Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വഞ്ചന കാണിച്ചതിന്റെ ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിലമ്പൂർ കോടതിപ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവറിന്റെ പേര് പറയാതെയാണ് പരാമർശം നടത്തിയത്. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മണ്ഡലത്തിലും സംസ്ഥാനത്തും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDFന്റെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ അവരാണോ കൂടുതൽ ഉണ്ടായത് എന്ന് സംശയം തോന്നുമാറാണ് ഓരോ പരിപാടിയും നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രമുഖരായ LDF നേതാക്കൾക്കടക്കം വലിയ തള്ളൽ ഇന്നലെ അനുഭവിക്കേണ്ടി വന്നു എന്നും അറിയാൻ കഴിയും. ഇതൊക്കെ കാണിക്കുന്നത് ഒരു പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ക്ലീൻ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ്. കറകളഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയാണ് സ്വരാജ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചതിക്ക് ഇരയായവരാണെങ്കിലും ആശങ്കയില്ല. ആത്മവിശ്വാസത്തോടെയാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജനങ്ങളുടെ അനുഭവം LDF കാര്യങ്ങൾ ശരിയായി നിർവഹിക്കുന്നുവെന്നതാണ്. മുൻപ് LDFനെ പിന്തുണച്ചവർക്ക് പുറമെ ഇവരാണ് ശരിയെന്ന് പറഞ്ഞ് ജനങ്ങളും പിന്തുണയ്ക്കുകയാണ്. ജനങ്ങളോടും നാടിനോടും LDF പ്രതിബദ്ധത കാണിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ആ പിന്താങ്ങിയവർക്ക് പുറമെ മറ്റൊരു വിഭാഗവും കൂടി ഇവരാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് LDFനെ പിന്താങ്ങാൻ തയ്യാറാവുകയില്ല. എന്തുകൊണ്ടാണ് LDFനെ ഈ രീതിയിൽ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നത്? എന്ത് കാരണത്താലാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും LDFനുള്ള ജനസ്വീകാര്യത വർദ്ധിച്ചു വരുന്നത്? ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയ മുഖ്യമന്ത്രി അഴിമതി കുറഞ്ഞ ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളമെന്നും പറഞ്ഞു. K സുധാകരന്റെയും PV അൻവറിന്റെയും പേര് പറയാതെ ചിലർ വനം മന്ത്രിയായപ്പോൾ മരങ്ങൾ മുറിച്ച് അഴിമതി നടത്തിയത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDFനും PV അൻവറിനുമെതിരെ കാര്യമായി ഒന്നും പറയാതിരുന്ന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. BJP ഭരണത്തിൽ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ദളിത് വിഭാഗങ്ങൾക്കെതിരെയും ആക്രമണങ്ങൾ കൂടുകയാണ്. രാജ്യത്ത് ഇതിനകം 3000-ഓളം വർഗീയ കലാപങ്ങളാണ് നടന്നത്. കേരളത്തിൽ വർഗീയ ചിന്താഗതിയുള്ളവർ ഇല്ലാത്തതിനാൽ അല്ല, അത് ഇവിടെ നടക്കില്ലെന്ന് അറിയുന്നത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PP സുനീർ MP അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് K മാണി, ജനതാദൾ S പ്രസിഡന്റ് മാത്യു T തോമസ് MLA, NCP സംസ്ഥാന പ്രസിഡന്റ് തോമസ് K തോമസ് MLA, ജനാധിപത്യ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC ജോസഫ്, INL നേതാക്കളായ അഹമ്മദ് ദേവർകോവിൽ, AP അബ്ദുൾ വഹാബ്, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, K രാധാകൃഷ്ണൻ MP, KT ജലീൽ MLA, പാലോളി മുഹമ്മദ് കുട്ടി, CS സുജാത, VM ഷൌക്കത്ത്, സ്ഥാനാർത്ഥി M സ്വരാജ് എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.